ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, താൻ ചെറുപ്പം പോലെ ഒരു പ്രിൻസിപ്പിൾസ് ഉള്ള അല്ലെങ്കിൽ നല്ല ഒരു വാല്യൂസ് ഉള്ള ജീവിത മൂല്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചോളം ഇതിലാലൊന്നുമില്ല. വരുന്ന പോലെ അങ്ങ് പോവുക, എന്ത് തോന്നിയാസം കാണിക്കുന്ന ഒരു മടിയില്ല. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസോ അതൊക്കെ ഒരു പ്രായമായതിന് ശേഷമാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എനിക്കൊന്നൊരു ഫൈനൽ ഇയർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കും, ആർക്കിടെക്ചർ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു തിരിച്ചറിവാണ്, ഒരു മാറ്റം വേണം. അതുവരെ അങ്ങനെ തോന്നിയ പോലെ അങ്ങ് പോവാം, എന്തിനും ഒരു മടിയില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ചെറുപ്പം പോലെ അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ട്, ആ വാല്യൂസിലാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൃപ വരുമ്പം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ബൈ നേച്ചർ വി ആർ ഗുഡ് പേഴ്സൺസ്. അപ്പം നമുക്ക് വലിയൊരു മാറ്റം ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അതേസമയം എന്നെപ്പോലുള്ളവർക്ക് ഒരു വാല്യൂസും ഇല്ല അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾസും ഇല്ലാഞ്ഞിട്ട് കർത്താവിനെ അറിയുമ്പോൾ, കർത്താവിൻ്റെ കൃപ ലഭിക്കുമ്പോൾ നേച്ചർ കംപ്ലീറ്റ്ലി മാറും. കാരണം മുഴുവൻ കുഴപറഞ്ഞ് കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ കുഴഞ്ഞു കിടക്കുകയായിരുന്നു. അവിടുന്നാണ് ട്രാൻസ്ഫോർമേഷൻ. അങ്ങ് പെർഫെക്റ്റ് ആയില്ലെന്നല്ല എനിക്ക് പറയുന്നത് കേട്ടോ. മാറ്റം എന്ന് പറയുന്നത്, ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റും. അതേസമയം ബൈ നേച്ചർ, ഇപ്പോൾ ഗാന്ധിജിയെ പോലുള്ള ഒരാൾ കർത്താവിനോട് വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേച്ചറിൽ അങ്ങനെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണത്തില്ല. ബൈ നേച്ചർ ഹി വാസ് എ ഗുഡ് പേഴ്സൺ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ഈ 95% അല്ലെങ്കിൽ 99 മാർക്ക് കിട്ടുന്നവർക്ക് 100% കൊടുത്താൽ വലിയ സന്തോഷം വരത്തില്ല. കാരണം ഈ 0 കിട്ടിയതിന് 100% കിട്ടുക. അതേസമയം 0 മാർക്സ് കിട്ടിയതിന് 100% സൗജന്യമായിട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിൽ ഒരു സന്തോഷം അവരൊന്നും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മനോഭാവം ഇതായിരിക്കണം. ഈ 90-95% നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം, നമ്മുടെ തടസ്സം. കർത്താവിൻ്റെ കൃപ ഫുള്ളി നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു തടസ്സം നമ്മുടെ ഉള്ളിൽ ഈ 90%നെ കുറിച്ചുള്ള കൺവിഷൻ കിടക്കുക, അല്ലെങ്കിൽ ബോധ്യം കിടക്കുക. ഞാനത്ര കുഴപ്പക്കാരനല്ലോ. പക്ഷേ ആത്മാവുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്, കർത്താവേ നമ്മൾ മാർക്കിടുന്ന പോലല്ല കർത്താവ് നമുക്ക് മാർക്കിടുന്നത് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ, മറ്റു മനുഷ്യരുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ വളരെ കൊള്ളാവുന്നവരാണ്. പക്ഷെ കർത്താവ് കമ്പയർ ചെയ്യുന്നത്, പിതാവ് കമ്പയർ ചെയ്യുന്നത് ജീസസ് ക്രൈസ്റ്റുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നു. എന്താ പറയുക, IAS 1ാം റാങ്ക് കിട്ടിയവനും നമ്മൾ ചിലപ്പോൾ 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയവനുമായിരിക്കും. അത്രയും വ്യത്യാസം. IAS നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളിനെ നമ്മുടെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്, ക്ലാസ്സിൽ ഫസ്റ്റാണ് അവനുമായിട്ട്, അതായത് ലോക്കൽ സ്കൂളിൽ പഠിക്കുന്ന മോന്, വലിയ ഇൻ്റർനാഷണൽ സ്കൂളൊന്നുമല്ല, ലോക്കൽ സ്കൂളിൽ പഠിക്കുന്ന മോന് ക്ലാസ്സിൽ ഫസ്റ്റാണ്. നമുക്ക് പറയാൻ പറ്റും രണ്ടുപേരും ഫസ്റ്റ് റാങ്ക് എന്ന് പറയും. അങ്ങനെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മാതാപിതാക്കൾ അവകാശപ്പെടുന്നതല്ലേ ഉള്ളൂ, എൻ്റെ മോൻ ക്ലാസ്സിൽ ഫസ്റ്റാണ്. നമ്മുടെ നീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് അത്രയും ബോധ്യം. പക്ഷെ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹൈ. ആ സ്റ്റാൻഡേർഡിലോട്ട് എത്തിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു ദ ലൈക്ക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇനിയെങ്കിൽ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്തിനോ വേണ്ടിയിട്ടൊക്കെ തമാശയോട് പറയുന്നു, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും നമ്മുടെ എന്താ പറയുക, ആ ഒരു ലീഗലിസം നമ്മൾ കയറുകയും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയും സ്ട്രഗിൾ ചെയ്യും. അതൊക്കെ അങ്ങ് മാറിയിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മൈൻഡിൽ വാ. പരിജ്ഞാനത്തിൽ നമ്മൾ ശിശുക്കളായിരിക്കരുത്, മച്ചുറാണ്. പക്ഷേ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം ദൈവത്തിന് മുമ്പാകെ ഒരു കൊച്ചു കുഞ്ഞായി. അപ്പം അങ്ങ് വല്ലതും തന്നെങ്കിലേ ഉള്ളൂ, അങ്ങ് സഹായിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, അങ്ങ് കയ്യെ പിടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ല ഞാനിപ്പം എല്ലാം ആയി, ഇനിയിപ്പോൾ എനിക്ക് ആരുടെ സഹായം വേണ്ട, എൻ്റെ കയ്യെ പിടിക്കും. പിള്ളേരെ കളിച്ച് ഒരു പ്രായം പിന്നെ ഇഷ്ടമല്ല അവരുടെ കയ്യെ പിടിക്കുന്നത്, അവർക്കത് കുറച്ചിട്ട് പോലെ. പ്രായമായി അവരുടെ കയ്യെ പിടിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല, കാരണം അത് പ്രായമായി എന്ന് ലോകം കാണും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യെ പിടിക്കുക എന്ന് പറയുന്ന ആർക്കും താല്പര്യമുള്ള. പക്ഷേ ആത്മജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും. ആത്മജീവിതത്തിൽ നമ്മൾ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. അപ്പോൾ കർത്താവിൻ്റെ സഹായം കൂടാതെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്കിത് പറ്റത്തില്ല. അപ്പോൾ ഒരു ചൈൽഡ് ലൈക്ക് ഡിപ്പെൻഡൻസ്,
അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി നമുക്കുണ്ടാകും. കർത്താവേ എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ. അതാണ് കർത്താവ് ശിശുക്കളെ പോലെ, നിങ്ങൾ തിരിച്ച് ശിശുക്കളെ പോലെയാണ്. അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ, കർത്താവേ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് അങ്ങയുടെ സഹായം ലഭിച്ചേ തീരൂ. ഒരു കൊച്ചു കുഞ്ഞപ്പനോട് പറയുന്നത് പോലെ, എനിക്കിത് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ എനിക്കറിയത്തില്ല, എന്നെ സഹായിക്കും. അല്ല എനിക്കെല്ലാം തന്നെ ചെയ്യാൻ പറ്റും, എനിക്കറിയാം എന്ന് പറയുന്നവർക്ക് ഒരിക്കലും കർത്താവിന് സഹായം കിട്ടത്തില്ല. കാരണം അവരുടെ പ്രൈഡാണ്, സ്പിരിച്വൽ പ്രൈഡാണ്. ഗ്രേസിൽ വന്നെങ്കിൽ മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. ന്യായപ്രമാണം മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നത് ആ പ്രൈഡാണ്, എനിക്ക് പറ്റും, അല്ല ഞാൻ ചെയ്യും. ഗ്രേസ് അതല്ല, കർത്താവിൻ്റെ കൃപ കൂടിയേ തീരും, കർത്താവിൻ്റെ സഹായം കൂടിയേ തീരും. രണ്ടും രണ്ടാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ സൗണ്ട് ഡോക്ട്രിൻ മനസ്സിലാക്കുക എന്നുള്ളതല്ല, നമ്മൾ കർത്താവിൻ്റെ സ്ട്രെങ്ത് അല്ല ഗ്രേസിലോട്ട് വരിക എന്നുള്ളത്. കർത്താവ്